ഈ വഴികളൊക്കെ ഈ ഒക്ടോബർ കഴിയുമ്പോൾ ക്ലോസ് ചെയ്യും. ഇതൊക്കെ ഭയങ്കര ഐസായി പോകുന്ന സ്ഥലങ്ങളാണ്. മക്കളുടെ വീഡിയോ എല്ലാം നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോ അതിൽ നല്ല നല്ല ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ശരി, ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് മക്കളോട് കൂട്ടുകൂടാൻ ആരും മറന്നു പോകരുത്. ഇന്നും അതേപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കാണിക്കുന്നത്. ഇടയ്ക്ക് ഭയങ്കര ഒരു വലിയ തുരങ്കം കണ്ടു, അതിനകത്തൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കാണാൻ പോകുന്നതൊക്കെ നമ്മളെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര നമുക്കങ്ങ് വല്ലാത്ത ഒരു വിഷമം തോന്നും. ഇത്രയും വലിയ ആർത്തരമ്പിയൊക്കെ വരുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ വിഷമം തോന്നും. ശരി, നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്നതുപോലെ കളർ വെള്ളങ്ങളെല്ലാം ഇങ്ങനെ കണ്ടത് പോകുന്ന വഴിയെല്ലാം ലേക്കുകളാണ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, പിന്നെ നമുക്ക് മാർച്ചിൽ ഈ റോഡെല്ലാം ഓപ്പൺ ചെയ്യത്തുള്ളൂ. അതുവരെയ്ക്ക് ഒരു റോഡ് മാത്രം ബ്ലോക്ക് ചെയ്യും. വേറെ ഇനി അപ്പുറത്തൂടെ സ്ഥലങ്ങളുണ്ട്. അതായത് ഈ ഗ്ലേഷ്യറിലോട്ടൊക്കെ പോകുന്ന വഴി എപ്പോഴും ബ്ലോക്ക് ചെയ്യും. അടുത്ത് നമ്മളിനി കാണാൻ പോകുന്നത് ഈ ഒരു ഫാൾസ് ആണ്. ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഈ ഫാൾസ് കണ്ടത്. ഇതേ ഞങ്ങൾക്ക് പേടിപ്പെടുത്തുന്ന പോലെ ഉണ്ടായിരുന്നു. ഭയങ്കര ആർത്തരമ്പിയാണ് വരുന്നത്. ഇത് ഈ ഐസ് വെള്ളമാണ് മുഴുവൻ, ഈ മലകളിൽ നിന്ന് വന്ന ഐസുകൾ മുഴുവൻ ഒഴുകി വരുന്നതാണ് ഇതെല്ലാം. അതെല്ലാം വലിയ പാറയിടുക്കി കൂടി ഇങ്ങനെ പോകുന്നു. അത് പാറകളൊക്കെ പൊടിഞ്ഞു പോയി, പാറയൊന്നും കാണാനില്ലാത്ത പോലെ അത്ത രീതിയിലാണ് വെള്ളം ഒഴുകിപ്പോകുന്നത്. കണ്ടില്ലേ, അതിൻ്റെ കളറ് കണ്ടോ, നടുവിലത്തെ ആ പാറ കണ്ടോ, അതിനപ്പുറം ഇപ്പുറമൊക്കെ പോയതാ. അങ്ങനെ അത്രയ്ക്കും ഗംഭീരം എന്ന് പറഞ്ഞാൽ ഭയാനകമായ രീതിയിലാണ് കേട്ടോ. ഞങ്ങൾ ആ പാലത്തിൽ നിന്നാണ് കുറേ നേരം കണ്ടത്. പേടി വന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറുമായിരുന്നു. അവിടുന്ന് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ പാലത്തിൽ നിന്നിട്ട്. പിന്നെ ഇനി താഴെ വന്നിട്ടും നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. പക്ഷേ ഒത്തിരി അടുത്ത് ഇടയ്ക്കും കമ്പനിയൊക്കെ ഉണ്ടെങ്കിലും പേടി തോന്നുന്നുണ്ട് ഒത്തിരി അടുത്ത് പോയി എടുക്കാൻ പറ്റിയിട്ടില്ല. ഭയങ്കര ഒരു പേടി വരുന്ന ഒരു കാര്യമായിരുന്നു ഇത് കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ കയറിയിട്ട് ഇവിടെ നമുക്ക് തൊട്ട് അടുത്തൊന്നും പോകാൻ പറ്റില്ല. ഒരു ഇച്ചിരി ഇപ്പുറത്ത് കമ്പിവേലികളുണ്ട്. അവിടെ നിന്ന് നമ്മൾ കണ്ടിട്ട് തിരിച്ചു പോരുക എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ എടുത്ത് എൻജോയ് ചെയ്തിട്ട്, പിള്ളേരൊക്കെ എല്ലാവരും പാലത്തിലാണ് നിൽക്കുന്നത്. അങ്ങോട്ട് ആരും അടുത്ത് പോകാൻ ആർക്കും ഭയങ്കര പേടിയായതുകൊണ്ട് ആരും അങ്ങോട്ട് പോകുന്നില്ല. എല്ലാവരും ഈ പാലത്തിൽ നിന്നിട്ട് ഇങ്ങനെ കാണും. പാലത്തിൽ നിൽക്കുമ്പോഴേ പേടിയാണ്. കാര്യം ഭയങ്കര താഴ്ചയിലാണ് ഈ വെള്ളം പോകുന്നത്. എങ്കിൽ പോലും കണ്ടോ ഇത് എങ്ങനെ ഒഴുകി വരുന്ന കണ്ടോ. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വലിയ ആഴം ഇല്ലാത്തതുപോലെ തോന്നും. പക്ഷെ ഭയങ്കര ആഴമാണ്. കാണുമ്പോഴേ പേടി തോന്നും കേട്ടോ. എങ്കിൽ തിരിച്ച് ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ യാത്ര തിരിക്കുമ്പം ഇതിനെക്കാട്ടിൽ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇനിയും പോകുന്നത്. അതും ഇതുപോലെ ഐസുമലകളെല്ലാം കണ്ടാണ് അടുത്ത ഫാൾസിലേക്ക് പോകുന്നത്. ഈ വെള്ളങ്ങളെല്ലാം ഇങ്ങനെ ഒഴുകിപ്പോയി ഓരോ സ്ഥലങ്ങളിലും അത് റിവറായിട്ട് അങ്ങ് ഒഴുകി പോകുമല്ല. ആ ഫാൾസ് ഒക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് ഇത്രത്തോളം ഐസ് ഉരുകി വെള്ളം വരുന്നുണ്ടോ എന്ന് വിചാരിക്കും. അത്രയും ഇതിലൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമേ ഇല്ല. ഹൈപ്പർ തെർമിക് എന്ന് പറയുന്നതിന് കാര്യം വീണ ഉടനെ ഐസായി പോകും. അപ്പം തന്നെ വിത്തിൻ സെക്കൻഡിൽ ഐസായി പോകുന്ന രീതിയാണ് ഈ വെള്ളത്തിന്റെ ഒക്കെ. പക്ഷെ അതുകൊണ്ട് ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് അവിടെ എല്ലാം എഴുതി വെച്ചാൽ ആരും അകത്തോട്ട് പോത്തുമില്ല. അകത്തോട്ടൊന്നല്ല, അതിൻ്റെ അടുത്ത് പോകത്തില്ല. ഇവിടെ ഉണ്ടോ കുഴിയുണ്ടോ. ഇത് എത്ര അടി ആഴമെന്ന് അറിയാം. ഞങ്ങൾ എത്ര മേളിൽ നിന്നിട്ടാണ് ഇതിങ്ങനെ എടുക്കുന്ന അറിയാതെ. ഇങ്ങനെ നോക്കുമ്പോഴേ നമുക്ക് ഇത്രയും ഭയാനകമായിട്ട് തോന്നുന്നെങ്കിലും അപ്പം ഇച്ചിരൂടെ അടുത്ത് നിന്ന് കാണാൻ എങ്ങനെ ഇരിക്കും. കർത്താവ് എൻ്റെ ദൈവം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്തൊരു സ്ഥലം പോകുന്നുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന് അടുത്ത് പോകാൻ പോകുന്ന സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞാൽ 3 പ്രാവശ്യം കണ്ടതാണ്. എന്നാലും അത് ഓരോ പ്രാവശ്യം കാണുമ്പോഴും അതിൻ്റെതായ വ്യത്യസ്തത തോന്നുന്നുണ്ട് നമുക്ക്. ആ സ്ഥലത്തേക്ക് ഇനി ഞങ്ങൾ പോകാൻ തുടങ്ങുവാണ്. ഇച്ചിരി കട്ടൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ അടുത്ത യാത്ര തിരിക്കാൻ പോവുകയാണ്. യാത്ര തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഐസുമലകളും എല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. പാലത്തിന് അടിയിൽ കൂടെ പോകുന്ന വെള്ളം കണ്ടോ, എന്താ ആർത്തിരമ്പിയാ പോകുന്നത്. അപ്പോൾ ഇതേ ഭയങ്കര ഹൈറ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എങ്കിൽ പോലും നമുക്ക് അത്രയും പേടിപ്പെടുത്തുന്ന രീതിയാണ്. അടുത്ത ഞങ്ങൾ യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. യാത്ര പോകുന്ന അടുത്ത ഞാൻ പറഞ്ഞേ വേറൊരു ഫാൾസ് ആണ്. ആ ഫാൾസ് ഭയങ്കര പേടിപ്പെടുത്തുന്നത് പറഞ്ഞാൽ ഭയങ്കര പേടി. ഇതിൻ്റെയൊക്കെ ഒരു 100 ഇരട്ടി പേടിപ്പെടുത്തുന്ന ഒരു ഫാൾസ് ആണ് അത്. അതബാസ്ക ഫാൾസ് എന്ന് പറയും. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം. അത് ഭയങ്കര ഫേമസ് ആണ്. ആ ഫാൾസിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അതബാസ്ക എന്ന് പറയുന്ന ഫാൾസ് അതിൻ്റെ നദിയുമുണ്ട്. ആൽബർട്ടയിലെ ഏറ്റവും വലിയ നദിയാണ് അതബാസ്ത നദി. പിന്നെ കാനഡയിലെ 4ാമത്തേതാണ് ഈ അതബാസ്ത. ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഞങ്ങൾ യാത്ര തിരിച്ചു പോകുന്ന ഇങ്ങനെ ഇതേ ലേക്കുകളെല്ലാം കളർഫുള്ളായിട്ടുള്ളത് കണ്ടുകൊണ്ടാണ് പോകുന്നത്. അടുത്ത നമ്മൾ എത്തിപ്പെടുമ്പോൾ അതിന് മുമ്പ് വലിയൊരു നമുക്ക് എപ്പോഴും ആ ഒരു ഭാഗ്യം കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ കാണാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവം നമുക്കിപ്പോൾ കാണാൻ പറ്റും. അത് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഊഹമുണ്ടോ? ഇല്ല, ഇപ്പം കാണാൻ പറ്റും. ഈ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ മഴവില്ല്. ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ മഴവില്ലിൻ്റെ ആ ഒരു ദൃശ്യം കണ്ടപ്പോഴും ഭയങ്കര ഹാപ്പി. ഇതൊന്നും നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന സംഭവമല്ലല്ലോ. അതിങ്ങനെ കണ്ട് ഞങ്ങൾ ആ പിള്ളേരെല്ലാം അപ്പത്തും ഒരേ ബഹളമായിരുന്നു. മഴവില് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് കണ്ട് ഞങ്ങളിങ്ങനെ വരുന്നത് അതബാസ്ക ഫാൾസ്. ഇതാണ് അതബാസ്ക എന്ന് പറയുന്ന ഫാൾസ്. അവിടെ വന്നപ്പോൾ അവിടെയും കൊണ്ട് മഴവില്ലിൻ്റെ ആ ഒരു ഹാഫിൻ്റെ പാതിയായിട്ടാണ് കാണുന്നത്. അടുത്ത് ഇപ്പോൾ ഈ അതബാസ്ക ഫാൾസ് കാണുമ്പോൾ ഭയങ്കര പേടി തോന്നും കേട്ടോ. ഇതാ ഇവിടെ നടുവിലൊരു പാറ കാണുന്നില്ല. ആ പാറയുടെ അപ്പുറത്തൊന്നും നമുക്ക് ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഗുഹയായിപ്പോയി. അതായത് വെള്ളം അടിച്ച് പോയി പാറയെല്ലാം പൊതിഞ്ഞു പോയിരിക്കുക. ഭയങ്കര ആഴമാണ് ഇതിന്. ഭയങ്കര ഫോഴ്സ് എന്നാൽ ഈ വെള്ളം തെറിക്കുന്ന കണ്ടോ എത്ര ദൂരത്തിലേക്കാണെന്ന്. അത്രയും ദൂരത്തിലേക്ക് നമുക്ക് വെള്ളം തെറിച്ചു പോകുന്നുണ്ട്. എപ്പോഴും കിട്ടാത്ത ഭാഗ്യങ്ങളൊക്കെയാണ് ഇത് മഴവില്ല് കാണുന്നത്. അത് ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴവില്ല് കാണുന്നതൊക്കെ ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഇതാണ്. അത് ഈ വെള്ളം പോകുന്നത് നമുക്ക് ഒട്ടും അങ്ങോട്ട് നോർമൽ മനസ്സോടുകൂടി കാണാനേ പറ്റില്ല കേട്ടോ. അത്രയ്ക്കും പേടിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഫാൾസിന്റെ
വെള്ളച്ചാട്ടം കാണുന്നത്. എന്തോരം ആൾക്കാരെന്നറിയാം ഇങ്ങനെ വന്ന് കണ്ടുപോകുന്നത്. അത് ഭയങ്കര ഇപ്പുറത്തെ ഈ സൈഡ് മഴവിലിന്റെ സൈഡിൽ അങ്ങപ്പുറത്തോണ്ട പാറ നടുവിലൊരു പാറ നിൽക്കുന്നത്, അതിന്റെ ഇപ്പുറത്തോട്ട് അവിടെ ഒക്കെ ഭയങ്കര ഇതാണ്. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓരോ ഗുഹയായിട്ട് അങ്ങ് മാറിയിരിക്കുകയാണ്. കാര്യം പൊടിഞ്ഞു പോയിരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഓരോ വ്യൂവിൽ നിന്ന് കാണുന്നതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പോകുന്ന സൈഡിൽ ആദ്യം കാണുന്ന വ്യൂവിലാണ്. അപ്പൊ നമുക്ക് വെള്ളം അങ്ങനെ ഒഴുകി പോകുന്ന അത്രയ്ക്ക് കാണാൻ പറ്റില്ല. മേളിൽ നിന്ന് ഒഴുകി വരുന്നത് കാണാൻ പറ്റും. അങ്ങനെ റൗണ്ട് അടിച്ച് അപ്പുറത്തെ സൈഡിൽ കഴിയുമ്പോഴാണ് ഫോഴ്സിൽ വന്ന് വെള്ളം വീഴുന്നത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത്രയ്ക്കും ഭയാനകമായ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു രീതിയാണ് കണ്ടത്. ഈ വെള്ളം ഇങ്ങനെ ഒഴി വരുന്ന കണ്ടില്ല. ഈ മഴവിലും കണ്ടിട്ട് ഇങ്ങനെ ഞങ്ങൾ അടുത്ത് അവിടുന്ന് ഞങ്ങൾ യാത്ര തിരിക്കുവാണ്. യാത്ര തിരിച്ചെങ്കിലും ആ മഴവിലിന്റെ ദൃശ്യം ഇങ്ങനെ ഞങ്ങൾ വരുന്ന കുറേ ദൂരത്തിന് കാണാമായിരുന്നു. അടുത്ത ഇനി നമ്മൾ കാണാൻ പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇതേപോലെ തന്നെ ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഫോൾസ് കാണാനാണ് പോകുന്നത്. അത് ഇതിനെക്കാട്ടി ഭയങ്കരമാണ്. അതിന് ചരിത്രം നിറയെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് അടുത്ത യാത്ര തിരിക്കുവാണ്. അമ്മക്കളുടെ കൂടെ കാണുന്ന എല്ലാവരും. ഇതാണ് അമ്മക്കളുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവർക്ക് നിങ്ങൾ എല്ലാവരും അമ്മക്കളെ പ്രതീക്ഷിച്ചിരിക്കണം. ആരും മിസ് ചെയ്യരുത്. നല്ല നല്ല ഫലങ്ങളാണ് ഇനി ഓരോ വീഡിയോയിലും കാണാൻ പോകുന്നത്. അതുകൊണ്ട് ആരും ഇത് മിസ് ചെയ്യരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവർക്ക് നിങ്ങൾ എല്ലാവരും അമ്മക്കളെ പ്രതീക്ഷിച്ചിരിക്കണം. അടുത്തൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണേ.